ഞാൻ കുളിച്ചിട്ട് വരാം. ഞാനൊന്നും കുളിക്കാൻ പോവാന്ന്. കുളിച്ചോ? എന്നിട്ട് എനിക്കൊന്ന് പുറത്തു പോണം. ആ പോയിക്കോ. തനിക്കൊന്നും വാങ്ങിക്കാനില്ലേ? ഇല്ല. താൻ പറഞ്ഞിരുന്നല്ലോ. എപ്പോ? അല്ല, അത് നമ്മൾ തമ്മിൽ നേരജവേ സംസാരിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? ഇന്നിപ്പോ എന്താ ഒരു ചോദ്യം പറച്ചിലൊക്കെ? അത് പിന്നെ ദേവി. എന്ത്? അല്ല, ഈ തിരിച്ചറിവുകൾ കുറച്ച് നേരത്തെ ഉണ്ടായെങ്കിലും തോന്നുക. എന്ത് തിരിച്ചറിവുകള്? അല്ല, അച്ഛനെ കുറിച്ച് സ്റ്റേഷനിൽ വെച്ച് അവള് നിഷേധിച്ചെന്ന് കേട്ടപ്പോ അച്ഛൻ നിരപരാധിയാണെന്ന് വിശ്വാസമാവുക. ഓ ഭാഗ്യം. ജീവനെ പോലെ സ്വന്തം മകനെ സ്നേഹിച്ചിട്ട് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കളഞ്ഞല്ലോ. എല്ലാരും കൂടി ഒന്നിച്ചു നിന്ന് അച്ഛനെ ആക്ഷേപിച്ചപ്പോ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചോ അച്ഛന് വേദനിക്കുമെന്ന്? അച്ഛൻ്റെ ഉള്ളിൽ കരയൂന്ന്? ഒരു ബന്ധവുമില്ലെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടും ആ തനൂജയുടെ വാക്കാ നിങ്ങൾ എല്ലാരും വിശ്വസിച്ചത്. അച്ഛനെ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ആരും ഉണ്ടായിരുന്നില്ല. എന്തിന്റെ പേരിലായാലും അച്ഛൻ നമ്മളെ അങ്ങനെ ചതിക്കുമെന്ന് ചിന്തിച്ചതേ തെറ്റായിപ്പോയി. അത് നീ പറഞ്ഞ സത്യമോ മോളെ? ഇത്രയും കാലം കൂടെ ജീവിച്ച ഞാൻ സിദ്ധുവിനെ മനസ്സിലാക്കാൻ ഇത്രയും സമയം എടുക്കാൻ പാടില്ലായിരുന്നു. വിവാഹം കഴിക്കുന്ന സമയത്ത് സിദ്ധു എന്നോട് പറഞ്ഞിരുന്നു, ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതം അപവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കുമെന്ന്. അന്ന് ഞാൻ പറഞ്ഞത്, ഈ ലോകം മുഴുവനും സിദ്ധുവിന് എതിരെ നിന്നാലും സിദ്ധു പറയുന്നത് മാത്രമായിരിക്കും എന്റെ സത്യമെന്ന. ഞാൻ ആ വാക്ക് തെറ്റിച്ചു. അമ്മേ, പറഞ്ഞു പോയതിനൊക്കെ മാപ്പ് ചോദിച്ച് നമുക്ക് അച്ഛന്റെ കൂടെ തന്നെ നിൽക്കണം. നമ്മുടെ കുടുംബത്തിന് ഇനി ഒരു ഭീഷണിയും ആരിൽ നിന്നും ഉണ്ടാവരുത്. നമ്മളൊന്ന് കൈകോർത്ത് നിന്നാ ഇതിനകത്തേക്ക് ആര് കടക്കാനാ അമ്മേ? അമ്മ കൂടെ ഉണ്ടെങ്കിൽ അതിലും വലിയ ധൈര്യമുണ്ടോ? അച്ഛനോട് മാത്രമല്ല, നിന്നോട് ക്ഷമ പറയാനുണ്ട്. സോറി അമ്മേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.